ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചോറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് പൊറാട്ടയെക്കാളും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഉണ്ടാക്കിയെടുക്കാനും വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു പിടി ചോറൊക്കെ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാർ എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കപ്പുള്ള ഒരു കപ്പ് എടുക്കുക. ഏതായാലും ഞാനൊരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറ് പറ്റും കേട്ടോ. റേഷൻ അരിയുടെ, മട്ട അരിയുടെ, ഏത് അരിയുടെ ചോറും എടുക്കുക. ഞാനിവിടെ റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒരു ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇത് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. കറക്റ്റ് ഈ ഒരു വെള്ളത്തിൻ്റെ അളവായിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം നിങ്ങൾ വിട്ടു പോകരുത്. അപ്പോൾ ഞാനിത് എന്തായാലും നന്നായിട്ടൊന്ന് മഷി പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഇത് റേഷൻ അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതിനൊന്ന് ഭാഗത്തോട്ട് മാറ്റി വെക്കുക. അടുത്തതായിട്ട് വലിയൊരു ബൗൾ എടുക്കുക കേട്ടോ. ഒരു മിക്സിംഗ് ബൗൾ തന്നെ എടുക്കുക. അതിനകത്തോട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയും 1 ഗ്ലാസ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസും മൈദപ്പൊടി തന്നെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ 2 ഗ്ലാസും ഗോതമ്പ് പൊടി എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ഗ്ലാസ് മൈദപ്പൊടി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ചോറിൽ ഉപ്പ് ചേർത്തിരിക്കണമെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൈ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് കേട്ടോ. ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. മൈദ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ 1 ഗ്ലാസ് ചോറ് എടുക്കുമ്പോൾ 2 ഗ്ലാസ് പൊടി എടുക്കണം കേട്ടോ. ഏത് പൊടിയായാലും. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾ ചോറ് അരക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇനി ഇതിലോട്ട് വെള്ളമൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല കേട്ടോ. ഈ ചോറ് തന്നെ നമ്മളങ്ങ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുന്നവരെ കുഴച്ചെടുക്കുക. ആദ്യം കുഴക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമേറിയ പോലെ തോന്നും. പക്ഷേ അത് കുഴച്ചുകൊണ്ട് വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇടയ്ക്കിടെ കൈയൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കുഴഞ്ഞ് വരുന്നതാണ്. നമ്മൾ ചോറ് ചേർത്തതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂറോളം ഒന്ന് റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ചോറ് ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ പ്രശ്നമില്ല കേട്ടോ. ഞാനിവിടെ 1 മണിക്കൂറോളം എന്തായാലും ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം ഇത് 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂർ വെച്ചാലും മതി. ഇനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതൊന്ന് ഉരുട്ടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഒരു ചപ്പാത്തി പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ആ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ നീളത്തിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു 6-7 ബോളാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ചോറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. 2 കപ്പ് ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 എണ്ണം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെ ഇത് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലത്തെ ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ഇവിടെ 6 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ബോൾ ഒരുപാട് ചെറുതായിട്ടും പോകരുത്, എന്നാൽ ഇതിനേക്കാളും വലുതായിട്ടും പോകരുത് കേട്ടോ.
ഇതിപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു സൈസിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിതാ വീണ്ടും ചപ്പാത്തി പലകയുടെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഗോതമ്പ് പൊടി ആയാലും മതി, ഇനി മൈദയുടെ പൊടി ആയാലും മതി കേട്ടോ. അതിട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഏതെങ്കിലും ഒരു ഷേപ്പിലങ്ങ് പരത്തിയെടുക്കാം കേട്ടോ. പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ നമ്മൾ പൊറാട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുക. അതിന് കൂടെ തന്നെ കുറച്ച് ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പോക്കറ്റ് പോലെ അങ്ങ് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ കുറച്ച് മൈദ തൂവി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടറ്റവും ഇതാ ഇതുപോലെ ഒന്ന് മടക്കുക. അതിന് ശേഷം വീണ്ടും അതിന് മുകളിലായിട്ട് കുറച്ചുകൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിന് മുകളിൽ കുറച്ചുകൂടെ പൊടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ബോക്സ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കുന്ന പാത്രത്തിലും കുറച്ച് പൊടി ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നു. എന്നാലും നമ്മളൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ തന്നെ അങ്ങ് പരത്തിയെടുക്കണം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ വീണ്ടും അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഈ ഓയിലും ഈ ഒരു പൊടിയും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് അടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ നല്ല ലെയറായിട്ടൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മുമ്പ് ഞാനൊരു ബൂരിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെച്ച് ചെയ്യുന്ന ഒരുപാട് പേര് കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യാം. നിങ്ങളൊന്ന് പോയി കണ്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇനി അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ അങ്ങ് ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ പൊടി ഇട്ടിട്ട് മാക്സിമം തിന്നായിട്ടിത് പരത്തിയെടുക്കുക. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പൊടി ഇട്ടിട്ട് മാത്രം പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ തിന്നായിട്ട് ഈ ഒരു ഷേപ്പിലങ്ങ് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൽ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് പാനിൽ ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഒരു 8-10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ ശേഷം തിരിച്ചിടുക കേട്ടോ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കരുത്. പുറംഭാഗം മാത്രമേ കുക്കായി കിട്ടുള്ളൂ. ഉൾഭാഗം കുക്കായി കിട്ടില്ല. ഉൾഭാഗം കുക്കായി വരുമ്പോൾ നമുക്കിത് ഓരോ ലെയറുകളായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ലെയറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതൊന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ലെയറുകളൊക്കെ ഇതുപോലെ അങ്ങ് വിട്ട് വരുന്നതാണ്. നന്നായി ഇത് ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അതുപോലെ അങ്ങ് പൊങ്ങി വരുന്നതാണ്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമുക്ക് അടുത്തത് പരത്തി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് പൊടി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സമയത്ത് മാക്സിമം തിന്നായിട്ട് പരത്തിയെടുത്താൽ ഒരുപാട് കട്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഒരു പിടി ചോറൊക്കെ ബാക്കിയാവുന്ന സമയത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. രാവിലെ രാത്രിയൊക്കെ നമുക്ക് കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വീണ്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് അതുപോലെ അങ്ങ് പോക്കറ്റ് പോലെ അങ്ങ് കിട്ടുന്നതാണ് കേട്ടോ. നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഇട്ടേക്കാട്ടോ. അതുപോലത്തെ നല്ല സിമ്പിൾ റെസിപ്പീസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അള്ളാ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.